ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഈ എക്സാം ഷോർട്ട് ട്രിക്ക് മെത്തേഡ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാനാണ്. ഫ്രാക്ഷൻ മെത്തേഡാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. പഠിച്ചെടുക്കാൻ മാത്രമേ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. പഠിച്ചെടുത്താൽ ഭയങ്കര എളുപ്പമാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ എല്ലാ സംശയവും ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മിക്ക ക്വസ്റ്റ്യൻസും അപ്ലൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചെടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഫോർമുല മെത്തേഡ് അറിയാനുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് അവർക്ക് യൂസ്ഫുൾ ആകും. ഫോർമുല മെത്തേഡ് പെൻ പേപ്പർ യൂസ് ചെയ്യണം. ഇത് പെൻ പേപ്പർ യൂസ് ചെയ്യാതെ തന്നെ ചെയ്യാൻ പറ്റും. ഇവിടെ തന്നിട്ടുള്ള ഞാൻ എക്സ്പ്ലനേഷൻ ചെയ്യുന്ന സമയം എടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ആ പ്രോപ്പർ എക്സ്പ്ലനേഷൻ തന്നാലും നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ്. ശരി, ഇവിടെ ഞാൻ എക്സാം ടൈമിൽ എങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് എക്സ്പ്ലനേഷൻ തന്നിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. CP = 880 തന്നിട്ടുണ്ട്. SP = എന്താണെന്ന് കണ്ടുപിടിക്കാൻ ലോസ് പെർസെൻറ്റേജ് 12.2%. പിന്നെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഫ്രാക്ഷനെ കൺവേർട്ട് ചെയ്യണം. പിന്നെ നമ്മൾ 12/1/2 ഈ ഫ്രാക്ഷനെ 25/200 എന്നാണ്. ഇവിടെ പെർസെൻറ്റേജ് ആണ് ഡിവൈഡ് ബൈ 100 ഇട്ടത്. 25/200 12 × 2 + 1 25/2 100. പിന്നെ 1/8 ആയിട്ട് കൺവേർട്ട് ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/8 കിട്ടും. 1 ദിവസം 8 CP ആണ്. SP = CP minus loss. CP minus loss is equal to 8 minus 1 7. SP കണ്ടുപിടിച്ചത് ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ 8 യൂണിറ്റ് = 880 ആണെങ്കിൽ 1 യൂണിറ്റ് = 110. അപ്പം SP എന്താ? SP എന്താ? 7 യൂണിറ്റ് = 770. ഇത് മൈൻഡ് കാൽക്കുലേഷനിൽ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 12/1/2%, 25/200 1/8. 1 ദിവസം 8 CP 2 മൈനസ് ചെയ്താൽ SP ആയിരിക്കും 7 യൂണിറ്റ്. ഇവിടെ അപ്പം 8 യൂണിറ്റ് CP തന്നിട്ടുണ്ട്. 8 യൂണിറ്റ് = 880. SP അപ്പം നമ്മളെങ്ങനെ കണ്ടുപിടിക്കണം പറഞ്ഞാൽ 1 യൂണിറ്റ് എന്താ 110. അപ്പം 7 യൂണിറ്റ് ആയി SP 7 × 110 770. ഇത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. കോച്ചിങ് സെൻ്ററിൽ ആഗ്രഹമുണ്ടായിരുന്നു പോകാൻ കഴിയാത്ത പിള്ളേർക്ക് വേണ്ടിയാണ് ഞാനിത് ഈ വീഡിയോ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അവർക്കും കൂടി വേണ്ടിയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.